ഹലോ! ഞാനിപ്പോ ഉള്ളത് മലയാള സിനിമയുടെ സ്വന്തം തറവാടെന്ന് പറയുന്ന വരിക്കാശ്ശേരി മനയിലാണ് ട്ടോ. നമ്മുടെ മലയാളികൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരിടമാണ് ഈ വരിക്കാശ്ശേരി മന. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മലയാള സിനിമകൾ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയ കുറേ മലയാള സിനിമകൾ മലയാള സിനിമകൾ സാക്ഷ്യം വഹിക്കാൻ ഈ ഒരു തറവാടിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും നമ്മുടെ ജയറാമേട്ടനായാലും അല്ലെങ്കിൽ ദിലീപേട്ടനായാലും ഇവരൊക്കെ അഭിനയിച്ച കുറേ നല്ല സിനിമകളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ കുറേ നല്ല സിനിമകൾ. അതൊക്കെ ഒരുമിച്ച് കണ്ട ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ. എന്താ എനിക്ക് എങ്ങനെയാ അത് പറഞ്ഞറിയിക്കേണ്ടേ? ഞാൻ എൻ്റെ ഒരു ഫീല് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം സന്തോഷത്തിലാണ് ഞാനിവിടെ. കാരണം ഞാനൊരു സിനിമാ പ്രേമിയാണ്. ഒരുപാട് സിനിമകൾ വരുമ്പോൾ തിയേറ്ററിൽ പോയി കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഈ വരിക്കാശ്ശേരി മനയുടെ ഓരോ ഭാഗത്ത് പോകുമ്പോഴും ഓരോ സിനിമയുടെ ഓർമ്മകളായിരുന്നു കേട്ടോ എനിക്ക്. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് കേട്ടോ നമ്മുടെ ഈ വരിക്കാശ്ശേരി മന ഉള്ളത്. ഒറ്റപ്പാലത്ത് നിന്ന് പോവുകയാണെങ്കിൽ ഒറ്റപ്പാലത്ത് നിന്ന് കയറിയാൽ വാണിയംകുളം എത്തുന്നതിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പ് മണിശ്ശേരി എന്ന് പറയും. അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഓട്ടോയ്ക്ക് വേണമെങ്കിൽ പോവാം. 40 രൂപയാണ് ഓട്ടോ ചാർജ് വരിക. അതുപോലെ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വാണിയംകുളം കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്റ്റോപ്പാണ് മണിശ്ശേരി. അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് പോവാം. ഇവിടുത്തെ എൻട്രൻസ് ടൈം വരുന്നത് രാവിലെ 9:30 തൊട്ടിട്ട് 5 മണി വരെയാണ് കേട്ടോ. ഈ വരിക്കാശ്ശേരി മനയുടെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ നാലുകെട്ടാണ് കേട്ടോ. അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ്. ഞങ്ങൾ കുറേ അധികം സമയം ഇവിടെ നിന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി, മഴ പെയ്തിരുന്നെങ്കിൽ, നമ്മൾ വന്ന ദിവസം മഴ പെയ്യുന്ന ഒരു ദിവസമായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും കാണാനും ഒക്കെ ആസ്വദിക്കാനും ഒക്കെ പറ്റിയിരുന്നു എന്നൊന്ന് കൊതിച്ചു പോയിട്ടോ. 3 നിലയിലായിട്ടാണ് കേട്ടോ ഈ തറവാട് പണിതിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും സംസാരിച്ചിരിക്കാനും കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ അധികം സമയം അവിടെ ഇരിക്കാനൊക്കെ. നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ പോയാൽ, നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇരുന്ന് സമയം ചിലവഴിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കാനും കുറേ അധികം സമയം ചിലവഴിക്കാനൊക്കെ തോന്നി. റീൽസുകളിലൂടെയും അതുപോലെ യൂട്യൂബ് വീഡിയോകളിലൂടെയും സിനിമയിലൂടെയും ഒക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നിയിരുന്നു, നല്ലൊരു തറവാട്, കാണാൻ ഭംഗിയുള്ള നല്ലൊരു തറവാട്, അല്ലെങ്കിൽ പുരാതനമായ 300 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പുരാതനമായ തറവാട്. അത്രയൊക്കെ എനിക്ക് ഈ വരിക്കാശ്ശേരി മനയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊന്നും അല്ല കേട്ടോ. എന്താ എങ്ങനെയാ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഈ വീടിൻ്റെ ഓരോ തൂണിലും ചുമരിലും വാതിലിലും എന്ന് വേണ്ട എല്ലാ ഭാഗങ്ങളിലും നമുക്കിങ്ങനെ ആസ്വദിക്കാനുള്ള എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല പഴയ കാല കുറേ ഓർമ്മകൾ. പണ്ട് ഇവിടെ കുറേ തമ്പുരാന്മാര് ജന്മിമാര് ഒക്കെ ആയിട്ട് കുറേ പേര് ജീവിച്ചിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. പിന്നെ കുറേ മലയാള സിനിമകൾ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും ഓരോ മലയാള സിനിമകൾ ഇങ്ങനെ മനസ്സിൽ മിന്നി മറിയായിരുന്നു. ഈ നാലുകെട്ടിൻ്റെ ഭാഗത്ത് ഹോളിലൊക്കെ ആയിട്ട് നമ്മൾ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ റൂമിലേക്കും അതുപോലെ അടുക്കളയിലേക്കൊക്കെ കയറിയിട്ടോ. ഇതാണ് അടുക്കള വരുന്നത്. അടുക്കളയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടോ. വലിയ ഒരുപാട് പേർക്ക് വെച്ചുണ്ടാക്കാനൊക്കെ ഉള്ള വലിയ വലിയ അടുപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു കുഞ്ഞു കിണറൊക്കെ ഉണ്ട്. കുഞ്ഞല്ല, വലിയ കിണറാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാൻ പറ്റിയ ഒരു സംവിധാനമാണ് കേട്ടോ. അടുക്കളയിൽ നിന്നും കോരാം, അതുപോലെ തന്നെ അപ്പുറത്ത് നിന്നിട്ടും കോരാം. അങ്ങനെ 2 ഭാഗമാണ് കേട്ടോ കിണറിന് വെള്ളം കോരാനായിട്ട്. ഈ ആട്ടുകല്ല് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ രാപ്പകൽ സിനിമയിൽ നമ്മുടെ മമ്മൂക്ക അരിയാട്ടുന്നതാണ് കേട്ടോ ഓർമ്മ വന്നത്. അതൊക്കെ ഞാനൊന്ന് എടുത്ത് പൊന്തിച്ചൊക്കെ നോക്കിയിട്ടോ. ഭയങ്കര വെയിറ്റുള്ള സാധനമാണ്. ഈ അടുക്കള കണ്ടപ്പോഴേ എനിക്ക് രാപ്പകൽ സിനിമയാണ് കേട്ടോ ഓർമ്മ വന്നത്. അടുപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു രസത്തിന് മോൾക്ക് അടുപ്പൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെയാണ് ഊതുക, ഇങ്ങനെയാണ് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ അകത്തെ കുറെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇതാണ് നമ്മുടെ ഈ തറവാടിന്റെ പത്തായപ്പുര എന്ന് പറയുന്നത് കേട്ടോ. 3 നില കെട്ടിടമാണ് പത്തായപ്പുര. ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ, പണ്ട് ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പത്തായപ്പുര എന്ന് പറയുന്നത്. ഇവിടെ
ഇതിങ്ങനെ സെറ്റ് മുണ്ടുകളൊക്കെ വിൽക്കുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല എന്താ പറയുക, നല്ല ഇഷ്ടമായിട്ടോ. കുറേ അധികം നല്ല വെറൈറ്റി സെറ്റ് മുണ്ടുകൾ കാണാൻ നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വെറും 300 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ എന്തോ അപ്പം എനിക്ക് വാങ്ങാൻ തോന്നിയില്ല. പക്ഷെ നല്ല സാധനമായിരുന്നു, വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ റൂമുകളിൽ ഇവിടെ ഇരിക്കാൻ നമുക്ക് ഈ കൊടും ചൂടിൽ വേനലിൽ നമുക്ക് ഒരു ഫാനിന്റെ ആവശ്യമില്ല കേട്ടോ. പണ്ടൊക്കെ ഒരു ഫാനും ഇല്ലാതെയാണല്ലോ അവരിവിടെയൊക്കെ കിടന്നുറങ്ങിയിട്ടുള്ളത്. നല്ല തണുപ്പ് കൂളിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഈ ഒരു വരിക്കാശ്ശേരി മനയുടെ ഉള്ളിലെ എല്ലാ ഭാഗത്തോട്ടോ. ഈ പത്തായപ്പുരയും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ഇങ്ങനെ മനസ്സിൽ മിന്നി മറിഞ്ഞിട്ടോ. ഞാനിങ്ങനെ ദിനേട്ടനോട് പറയായിരുന്നു, ആ സീൻ ഇവിടെ വെച്ചിട്ടായിരുന്നു, ഈ സീൻ അവിടെ വെച്ചിട്ടായിരുന്നു, അവരിങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ദിനേട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് കാണാനൊക്കെ പറ്റിയതിൽ. പിന്നെ കുറേ അധികം വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ നിന്ന് ഈ പത്തായപ്പുരയിൽ നിന്ന് ആ വരിക്കാശ്ശേരി മനയുടെ മുൻഭാഗം കാണാൻ, തറവാടിൻ്റെ മുൻഭാഗം കാണാൻ ഭയങ്കര പ്രൗഢിയാണ് കേട്ടോ. ഇവിടെ നിന്നല്ല, എവിടെ നിന്ന് കാണുമ്പോഴും പ്രൗഢിയുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ആ തറവാടിന് ഉണ്ട് കേട്ടോ. പിന്നെ പത്തായപ്പുരയിൽ കുറേ അധികം സമയം അവിടെയും ഞങ്ങൾ ചിലവഴിച്ചിട്ടോ. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം കുറേ വീഡിയോ എടുക്കുക, കുറേ ഫോട്ടോസ് എടുക്കുക, അതൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ അധികം സമയം നമുക്ക് അവിടെ അങ്ങനെ നിൽക്കാൻ തോന്നും. നല്ല കാറ്റും അവിടെയൊക്കെ മാവിൻ്റെ തണലും കാറ്റും ഒക്കെ നല്ല സുഖമുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അന്തരീക്ഷമായിരുന്നു മൊത്തത്തിൽ ആ തറവാടിൻ്റെ ചുറ്റുപാടും പരിസരവും എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ പത്തായപ്പുരയിൽ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു. ഇവിടെ മുറ്റത്തായിട്ട് കുറേ മാവുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല തണലും ഒക്കെയാണ്. അപ്പോൾ മാവിൻ്റെ ചോട്ടിലിരുന്ന് കളിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. കുറേ നേരം ഇരുന്ന് കാറ്റ് കൊള്ളാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ മോളുമായിട്ട് കുറച്ച് നേരം നമ്മൾ മാവിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് മരത്തിലൊക്കെ കയറി കളിച്ചു കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ചെറിയൊരു പത്തായപ്പുര തന്നെയാണ് കേട്ടോ. പത്തായപ്പുര എന്നല്ല, പത്തായപ്പുരയിലെ ധാന്യങ്ങൾ ബാക്കി വരുന്നതൊക്കെ, അധികം വരുന്നതൊക്കെ സൂക്ഷിക്കാൻ, അതുപോലെ പത്തായപ്പുരയിൽ പണിയെടുത്തിരുന്നവർക്ക് ഒക്കെ, അവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ താമസിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കെട്ടിടമാണ് കേട്ടോ ഇത്. ഇവിടെ അടുത്ത് കുളമുണ്ട്. ഒരുപാട് സിനിമയിൽ ആ കുളം ഉണ്ട് കേട്ടോ. കുളത്തിൻ്റെ അടുത്താണ് കേട്ടോ അമ്പലം വരുന്നത്. ഈ അമ്പല ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് രാപ്പകൽ സിനിമയിൽ ശാരദാമ്മയെ മമ്മൂക്ക തങ്കമനസ്സ് എന്ന് പറഞ്ഞ പാട്ടിൽ വന്ന് അവരെ കൊണ്ടുവന്ന് ഇരുത്തുന്നതൊക്കെ ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു പരിസരത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് തൊഴുതു. പക്ഷേ കുളത്തിലേക്ക് നല്ല ആഴമുള്ള കുളം ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് ആർക്കും കുളത്തിലോട്ട് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ, പൂട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുളക്കടവിലേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെ നിറയെ മാവ് ഉള്ളതുകൊണ്ട് തന്നെ മാങ്ങയും നല്ല ഉണ്ട് കേട്ടോ. നല്ല മധുരമുള്ള പഴുത്ത കുറേ മാങ്ങകൾ അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് അതൊക്കെ എടുക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ ഞങ്ങളും അതുപോലെ മാങ്ങയൊക്കെ പെറുക്കി 2 മാങ്ങ കിട്ടി കേട്ടോ. ഒരു മാങ്ങ കറക്റ്റ് ജിനേട്ടൻ്റെ കയ്യിലേക്കാണ് കേട്ടോ. പഴുത്തിട്ട് വീണതാണ്, ചൂടുകൊണ്ടൊക്കെ വീണതായിരിക്കും. അത് നേരെ ജിനേട്ടൻ്റെ കയ്യിൽ ക്യാച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അതും അങ്ങനെ അതൊക്കെ കൂടെ ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തു. മാങ്ങ കിട്ടിയപ്പോഴേ അത് കഴിക്കുന്ന തിരക്കിൽ ആക്രാന്തം മൂത്തിട്ട് വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ മറന്നു കേട്ടോ. നമ്മൾ ആനപ്പന്തിയിൽ വന്ന് ഇരുന്ന് കുറച്ചധികം സമയം ഇരുന്ന് അവിടെ പൈപ്പും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ മാങ്ങ കഴുകി ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. നല്ല കാറ്റും തണുപ്പൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കഴിച്ചു. റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. പോരാൻ തോന്നിയില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, നല്ലൊരു സുഖവും സമാധാനവും ഒക്കെ കിട്ടുന്ന, പിന്നെ ചൂടും ഒന്നുമില്ല, പിന്നെ തിരക്കും ബഹളവും ഒന്നുമില്ല, ചൂടും ഒന്നുമില്ലാതെ നല്ല കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറേ അധികം സമയം ഇരിക്കാൻ തോന്നി. കുറേ സമയം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു വരുമ്പോൾ നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ
ഒറ്റപ്പാലത്തേക്ക് കയറാതെ ഷൊർണൂരിലേക്ക് കയറി കേട്ടോ. അങ്ങനെ ഷൊർണൂർ വന്ന് ഇറങ്ങിയിട്ട് ഷൊർണൂരിൽ നമ്മൾ 3 മണിയുടെ ട്രെയിൻ കയറി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.